അപ്പൊ എന്നെ എന്താടി അറക്കപ്പൊടി കൊടുത്ത് മേടിച്ചതാ? ആ ഇവക്കെ ഇവിടെ വന്നേ പിന്നെ അല്ലെങ്കിൽ നല്ല മാറ്റുണ്ട്. ഇതൊന്ന് നോക്കിയപ്പോ ഭയങ്കര ഫാഷനാ. നോക്ക് നോക്ക് മുടി കാണിച്ചു കേട്ടോ. തന്നെ തന്നെ ചെയ്യണത് കണ്ണട മുമ്പിൽ മുടി കളറടിച്ചോടി. കളറടിച്ചാളെ കൊല്ലൂല ഞാൻ. അതൊക്കെ മേടിച്ചിട്ടോ? അല്ല, അവള് പറഞ്ഞ് നമ്മള് വീട്ടിലേക്കും നല്ല ഒരുങ്ങി സുന്ദരിയായിരിക്കണം. കാര്യം പെട്ടെന്ന് ഒരാള് വന്ന് നമ്മളെ കാണുമ്പോൾ ഒരുപാട് ഭ്രാന്തകളെ പോരുന്ന അവരൊരു നമ്മളെ കുറിച്ച് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ പെണ്ണ് കാണാൻ ആദ്യം ഒരേ ഇതിപ്പോ പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണിനെ കാണാൻ പറ്റും, ആണിനെ കാണേണ്ടി വരും. ആണായിക്കൊണ്ടിരിക്കല്ലേ? നോക്ക് വീശ നോക്ക്. ആണല്ലോടി. അതെ മക്കളെ, നിനക്കൊരു കാര്യം അറിയാമോ? നിന്നെ പ്രസവിക്കണതിന്റെ 2 ദിവസം മുമ്പ് വരെ ഡോക്ടർ പറഞ്ഞത് നീ ആണായിരിക്കും. ഉണ്ടായി കഴിഞ്ഞപ്പോ പെങ്കൊച്ച്. അങ്ങനെയല്ല, നിന്റെ പേര് തന്നെ അന്ന് ഞങ്ങള് കരുതി കൂട്ടി ഇട്ടത്. അക്ഷയ് കുമാർ. മീശ വന്ന അക്ഷയ് എന്നാക്കും നമ്മള്. ഉറപ്പായിട്ടും വരും. വീട്ടില് നമ്മള് തക്കളൻ എന്ന് വിളിക്കും. തക്കളി മാറി തക്കള. ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? ഇല്ല, എവിടെ വെച്ചാ? ഞാൻ കഴിക്കുന്നതല്ല, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി. ഇയാളെ പണി നോക്കണോ? എവിടെ എവിടെ വെച്ച് നിങ്ങളെ കുടിച്ചാ? ഞാൻ കുടിക്കുന്നു. പാലും പഴം ഉണ്ടായിരുന്നില്ല. എവിടെ? മധുരത്തിനും കൂടി ഇടണം കേട്ടോ. എനിക്ക് പറഞ്ഞ റൂളൊന്നുമില്ല. എന്റെ അമ്മാവ, ഈ കുടംപോലത്തെ വയറിൽ 1 ഗ്ലാസ് പാല് 1 പഴം ചെന്നാ വല്ലതും ആവോ? വന്ന് ഇടിയപ്പെടുത്ത് അങ്ങോട്ട് കഴിച്ചാൽ. എടി നീയേ നാട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നീ ഞാൻ ഇത് ശീലാക്കാൻ പോവാട്ടോ. പാലും പഴം രാവിലെ നല്ലതാ. ഇത് ശീലമാക്കണ്ട. നമ്മൾ അളിയനുണ്ടല്ലോ, പാലും ഈ പഴവും കഴിച്ചിട്ട് ആള് വെറും പഴം പോലെ ആയിപ്പോയ. എന്തിനാണ് ഞാൻ എന്തെങ്കിലും എന്തുണ്ടാക്കി തരാൻ? എടി കാലത്ത് ഞാൻ ആകെ കഴിക്കുന്ന 1 ഏത്തപ്പഴം 1 ഗ്ലാസ് പാലും അതാ പരട്ട കളവെടുത്ത് കഴിച്ചില്ലേ? അത് അമ്മാവിന് വിശന്നപ്പോ അറിയാണ്ട് എടുത്ത് കുടിച്ചത്. ഇത് അറിയാതെ കഴിക്കണമെന്നില്ല, മനഃപൂർവ്വം എന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിക്കുന്നത്. അറിയോ നിനക്ക്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവറ്റകളൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം. വലിഞ്ഞേറി വന്നതല്ലേ, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും ട്രാൻസ്ഫോർ ചെയ്ത് ഞാൻ പോവും. പപ്പാ അങ്ങനെ പറയരുത്. വലിഞ്ഞേറിയൊന്നും അവരാ, ഇത് നമ്മുടെ വീടാ, അത് നമ്മൾ തിരിച്ചു പിടിക്കണം. കൊള്ളാം, തന്തയ്ക്ക് പറ്റിയ മോൻ. തന്തയ്ക്ക് പറ്റിയ മോൻ അവൻ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ പോലീസുകാരുടെ മകൻ അവനാണ്. നീ പോ, ഞാൻ ഇന്നെന്തായാലും പട്ടിണി. പൈസ കൊടുക്കും. അളിയ എന്നെ മനസ്സിലായില്ലേ? എന്താ അല്ല, അളിയൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അളിയന്റെ അളിയനാണ്, കനകൻ. മനസ്സിലായില്ലേ? തങ്കത്തിന്റെ ആങ്ങളല്ലേ? തങ്ക ഇന്നലെ കൂടി പറഞ്ഞോളൂ. അതെ, അളിയൻ മനസ്സിലായിട്ടില്ല കേട്ടാ. മനസ്സിലായാ? എന്നാ പിന്നെ കാര്യം ചെയ്യാം, അളിയൻ ചെല്ലേ. നമുക്ക് വൈകിട്ട് കാണാം കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇതിലും വലുത് വരാനുണ്ടെന്ന്. എത്തി. ഇതിനപ്പുറം വന്നാലും ഇത് നമ്മൾ വിട്ടുകൊടുക്കരുത്. ഇത് നമ്മുടെ സാമ്രാജ്യമാണ്. നീ മാത്രമേ ഉള്ളൂടാ എൻ്റെ കൂടെ. കഴിക്കാൻ നല്ല ഇത് വേണ്ട. ഇവിടത്തെ 4000 അല കിഴങ്ങായത്. ഇത് കഴിക്കേ. അമ്മാവൻ എന്തൊരു സമാന്തം. എന്നെ 2 ദിവസമായില്ലേ കണ്ടാ? കാണാൻ കൊതിയിട്ട് ഇറങ്ങി വന്നേക്കാ. ഓർമ്മയുണ്ടോ? എന്റെ മാമിയല്ലേ? അല്ല, ക്ലീറ്റസിന്റെ വീടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് പറഞ്ഞതല്ല, ക്ലീറ്റസിന്റെ വീട് എന്ന് പറഞ്ഞാൽ. അല്ല, ഇനിയിപ്പോ അതൊന്നും പറയണ്ട. അമ്മാവൻ പെട്ടെന്ന് വരാതെ എപ്പോഴും വരാന്ന് പറഞ്ഞു പോകുന്നതാണല്ലോ. പിന്നെ ദിവസത്തിൽ ഞാൻ എന്റെ കുറെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ. രാവിലെ
നിങ്ങള്? ആ രാവിലെ പോന്നു, ഏ? രാവിലെ പോന്നു. ഇത് നാത്തൂന്റെ ആണേ. എനിക്ക് സുഖാ, വലിയ പരിപാടിയൊന്നുമില്ല ഇവിടെ. അല്ലടി കൊച്ചേ, നീ അങ്ങോട്ട് വരണൊന്നുമില്ലേ? എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഡാഡിക്ക് ഇവിടെ എന്തോ കിട്ടാണ്ട്. അത് കിട്ടിയാൽ നമ്മള് വരും. എന്തായാലും വേഗം വാങ്ങിച്ചോ. എന്തായാലും വേഗം കിട്ടാൻ സാധ്യതയുണ്ട്. മുമ്പിൽ വന്നപ്പോ മറ്റാളങ്ങനെ നിപ്പുണ്ട്. അല്ല, അവന്റെ തുടക്കം നിലയ്ക്ക് അമ്മാവന് കിട്ടി. അമ്മാവന് വന്നപ്പോ തന്നെ കിട്ടി. ഈ ഇടിയപ്പം കഴിക്കുമ്പോ ഇടിയുടെ കാര്യം പറയല്ലേ, നീ ഇടിയപ്പം കഴിക്കും. നല്ല ഇടിയപ്പം തിന്നു. പണ്ടം കണ്ട പിടിച്ചാൽ പോയേക്കണം, അങ്ങോട്ട് എടുത്ത് വിളമ്പി കൊടുക്കടി. കൈ കഴുകിയില്ല, ഇനിയും കഴിഞ്ഞിട്ട് കഴിക്കാല്ലേ. ഇതൊന്ന് കൊണ്ടേ കഴിയിട്ട് വരാം. ഇതൊക്കെ പറയാൻ മുട്ടിയിരിക്കായിരുന്നു അവിടെ. ചേച്ചിനെ അവിടെ ഒറ്റയ്ക്കാക്കി ശേഷം ആ അവിടെ ഈ ചെറുക്കൻ ക്ഷീണിച്ചിരിക്കണ. ഓ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഭയങ്കര ഇതാണല്ലോ. അല്ല, അമ്മയോട് നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങോട്ട് പോകണ്ടെന്ന്? പറഞ്ഞു. അമ്മയ്ക്ക് കാലുവേദന, നീര്, കുഴമ്പ് ഇത് തന്നെയാണല്ലോ. അമ്മേനെ കൂട്ടാ. അതല്ല, കുറച്ച് ആത്മാഭിമാനം ഉണ്ട്. ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാനേ ഒരു ചമ്മലുണ്ട്. അമ്മയ്ക്കാ? മരുമോന്റെ വീട്ടിലോട്ടൊക്കെ ഇനി. അമ്മയ്ക്ക് അങ്ങനെയുള്ള വിഷയമില്ല. വെള്ളവാടാ പാലായില ഇടിയപ്പം എങ്ങനെയുണ്ട്? എടി മീനായോടി? മീൻകറി വേണോ? മീൻകറി മീൻകറി രാവിലെ മീൻകറി. ഇടിയപ്പത്തിന് ചിലപ്പോ നല്ലതായിരിക്കും. വേഗം പോവാൻ പറ്റില്ല കേട്ടോ. വേഗം പോവാൻ പറ്റില്ല. വേഗം പോവാതെ പിന്നെ എന്തായാലും വന്നതല്ലേ, 2 ദിവസം കൂടി നിന്നിട്ട് അങ്ങ് പോയാൽ മതി. അയ്യോ അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. അമ്മാവന്റെ മാതിരി നമുക്ക് പറ്റുമോ? അമ്മാവന് പെണ്ണും പടകോഴൊന്നുമില്ല, എവിടെ പോയിച്ചാ അവിടെ. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ അമ്മാവനോട് എനിക്ക് എല്ലാ കാലവും അസൂയ തന്നെ. ബാബാ അമ്മ എനിക്ക് വെള്ളം. വെള്ളം അല്ലടി, വെള്ളം. വെള്ളം. താങ്ക് യു. അമ്മയ്ക്കൊക്കെ സുഖല്ലേ? ആ കുഴപ്പമില്ല. അതെ, ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾ 2 ദിവസം ഇവിടെ നിന്നിട്ട് അമ്മാവനെ പതുക്കെ, അമ്മ ഇപ്പൊ 2 ദിവസം ആയല്ലോ, അമ്മയ്ക്ക് കൂട്ടാൻ അമ്മാവനെ അങ്ങോട്ട് വിട്ടാലോ? അതെ, നമുക്ക് ഇങ്ങനെ മാറി മാറി വന്ന് നിന്നോ. അയ്യോ അത് വേണ്ട, ഇവിടെ അമ്മാവനല്ല. അല്ല, ഞാൻ എന്തായാലും ഇവിടെ തന്നെ കുറച്ച് ദിവസം നിൽക്കുക. കാരണം അവിടെ പശുവും പാല് കിട്ടും. Alien versus Alien.